പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ടതായ ഈ നല്ല സമയത്തിനായിട്ട് ദൈവത്തെ അത്യധികമായി സ്തുതിക്കുന്നു. JCNDST അഥവാ യേശു ക്രിസ്തുവിൻ്റെ പുതിയ നിയമരക്ഷയുടെ ഉപദേശം എന്ന ഈ ചാനലിലൂടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിത്യജീവ മൊഴികൾ എന്ന വചന പരമ്പരയിൽ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ എളിയവന് കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം എളിയവനെ സഹായിച്ച എളിയവനാകുന്ന കർത്താവിൻ്റെ കരുണയും കൃപയും ഓർത്ത് ദൈവത്തെ അത്യധികമായി സ്തുതിക്കുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം. കാലം അതിൻ്റെ അവസാന നാളുകളോട് എത്തിയിരിക്കുന്നുവല്ലോ. നമ്മുടെ നാഥന്റെ വരവും നമ്മുടെ ഏറ്റവും സമീപമായിരിക്കുകയാണ്. സ്തോത്രം. ലോകത്തിൻ്റെ സംഭവങ്ങളും ഓരോ അവസ്ഥകളും നാം പരിശോധിച്ച് നോക്കുമ്പോൾ നമ്മുടെ നാഥന്റെ വരവ് നമ്മുടെ ഏറ്റവും സമീപമായി എന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ കഴിയുന്ന തരത്തിലുള്ളതായ അനുഭവങ്ങളാണ് ലോകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. നമ്മുടെ കർത്താവ് നമ്മോട് അടുത്തിരിക്കുന്നത് കൊണ്ട് നാം വളരെ ശ്രദ്ധയോടെ, വളരെ ബുദ്ധിയോടെ, കരുതലോടെ, പ്രാർത്ഥനയോടെ സ്തോത്രം ദൈവസന്നിധിയിലായിരിക്കുന്നു എങ്കിൽ മാത്രമേ അവൻ്റെ വരവെങ്കിൽ നമുക്ക് അവനോട് കൂടെ ചേർന്ന് നിൽക്കുവാനുള്ളതായ ഭാഗ്യം ഉണ്ടാവുകയുള്ളൂ. ഇല്ലെങ്കിൽ ഏത് നേരത്തും പിശാച് ഇടർച്ച ചെയ്തിടുമെന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ഏത് വൃതനെയും തെറ്റിക്കുവാനുള്ളതായ സകല തന്ത്രങ്ങളും ഉപയോഗിച്ചുകൊണ്ട് അവൻ അതിശക്തിയോടെ ഈ കാലങ്ങളിൽ വളരെ ശക്തമായിട്ട് ആത്മീയ നിലവാരങ്ങൾക്ക് ആത്മീയ പ്രവർത്തനങ്ങൾക്കെതിരെ പോരാടിക്കൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. സത്യവചനം സംസാരിക്കപ്പെടുന്ന ഏതൊരു വ്യക്തിയെയും സത്യത്തിന് വിരുദ്ധമായിട്ടുള്ള ഉപദേശങ്ങളാൽ കീഴ്പ്പെടുത്തുവാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ശത്രുവാകുന്ന പിശാച്. എന്നാൽ പിശാചിന്റെ തന്ത്രങ്ങളോട് എപ്പോഴും വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ എതിർത്ത് നിൽക്കേണ്ടത് ആവശ്യമാണ്. എതിർത്ത് നിൽക്കുവാനായിട്ട് നമുക്ക് കഴിയേണ്ടതിന് കർത്താവിൻ്റെ സർവായുധ വർഗം നാം പിടിച്ചുകൊള്ളേണ്ടത് ആവശ്യമാണ്. സ്തോത്രം. ദൈവവചനത്തിൻ്റെ വസ്തുതകൾക്ക് അനുസരണമായിട്ടുള്ള ഒരു ക്രിസ്തീയ ജീവിതമാണ് ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അത് നമുക്കുണ്ടായിരിക്കുന്നു എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പാദങ്ങൾ ഇടറിപ്പോകാതെ അവൻ്റെ രാജ്യത്തിലെത്തുവോളം സ്വർഗത്തിലെ ദൈവം നമ്മെ കരുതിക്കൊള്ളുവാൻ ഇടയായിത്തീരും എന്ന പ്രാരംഭമായിട്ട് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ 9 എപ്പിസോഡുകളിലായിട്ട് യേശു ക്രിസ്തു തന്നെ പിതാവ് എന്ന വിഷയം നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നുവല്ലോ. വീണ്ടും അതിൻ്റെ 10ാമത്തെ ഭാഗം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രാർത്ഥനയോടെ നമുക്ക് വചനം പഠിക്കാം എന്ന് ആഗ്രഹിക്കുന്നു. സ്തോത്രം. ഈ 9 എപ്പിസോഡുകൾ ഞാൻ കഴിഞ്ഞ നാളുകളിൽ സംസാരിച്ച വിഷയം തെറ്റാണെന്ന് ഒരു വ്യക്തിയും പറഞ്ഞു കേട്ടില്ല. എന്നാൽ സംസാരിക്കപ്പെട്ടതായ വിഷയം അനുഗ്രഹമായിരുന്നു എന്നും അത് വളരെ സത്യമാണെന്നും പറയുവാനായിട്ട് മാത്രം ഒരു വ്യക്തി എന്നെ വിളിച്ചിരുന്നു. മറ്റാരും അധികം വിളിച്ചിരുന്നില്ല. ഒരിക്കലും വ്യാജമാകുന്ന ഒരു സന്ദേശം നൽകുവാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം കർത്താവിൻ്റെ വചനം പഠിപ്പിക്കുന്നത് സത്യവചനം യഥാർത്ഥമായി പ്രസംഗിക്കണമെന്നുള്ളതാണ്. എങ്കിൽ മാത്രമേ ലജ്ജ കൂടാതെ കർത്താവിൻ്റെ സന്നിധിയിൽ അവൻ്റെ വിശുദ്ധന്മാരുടെ മുൻപാകെ നിൽക്കുവാൻ കഴിയുകയുള്ളൂ എന്നാണ് തിരുവചനത്തിൽ നമുക്ക് പഠിക്കുവാൻ കഴിയുന്നു. ഇന്നത്തെ പ്രഭാഷകന്മാർ അധികം പേരും സത്യവചനത്തിന് യാതൊരു വിധമാകുന്ന മുൻതൂക്കവും കൊടുക്കാതെ തങ്ങൾ നിലകൊള്ളുന്നതായ സംഘടനകളുടെയും സഭാവിഭാഗങ്ങളുടെ ഒക്കെ സ്തോത്രം ലക്ഷ്യമനുസരിച്ച്
തിരുവചനത്തിൻ്റെ വസ്തുതയ്ക്ക് നിരക്കാത്ത അനവധി വ്യാജ ഉപദേശങ്ങൾ ലോകത്തിൽ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. ജീവനുള്ള ദൈവത്തെ തന്നെ പലതായി ചിത്രീകരിക്കുകയും ദൈവത്തിന് ബഹുത്വം കൊടുക്കുകയും ഒക്കെയും ചെയ്യുന്ന അനുഭവങ്ങൾ ലോകത്തിൽ കാണുവാൻ കഴിയുന്നു. ഇതൊക്കെയും പിശാചിൻ്റെ തന്ത്രങ്ങളാണെന്ന് നാം തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. ദൈവവചനത്തിൻ്റെ അഥവാ വേദപുസ്തകത്തിൻ്റെ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ളതായ സകല പുസ്തകങ്ങളും നാം പഠിക്കുമ്പോൾ സ്തോത്രം, ഒരേ ഒരു ദൈവം മാത്രമാണ് നമുക്കുള്ളത് എന്ന് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നു. ആ ദൈവത്തെ വിഭജിക്കുവാൻ മനുഷ്യർക്ക് കഴിയുന്നതല്ല. കാരണം അവൻ സ്വർഗങ്ങളിലും സ്വർഗാതിസ്വർഗങ്ങളിലും അടങ്ങാത്തവനും അദൃശ്യനും സർവശക്തനും സർവജ്ഞാനിയും സർവവ്യാപിയുമായ ദൈവമാണ്. അതുകൊണ്ട് അവനെ ആർക്കും നിഷേധിക്കുവാനോ വിഭജിക്കുവാനോ കഴിയുകയില്ല എന്നുള്ളതായ കാര്യവും നാം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. നമ്മുടെ കർത്താവിൻ്റെ വരവ് നമ്മോട് അടുത്തിരിക്കുന്നതിനാൽ ശത്രുവാകുന്ന പിശാച് അതിശക്തിയോടെ ഉണർന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുമെങ്കിൽ ഏത് വൃതിനെയും തെറ്റിക്കുക എന്നുള്ളതാണ് അവൻ്റെ ഉദ്ദേശം. അപ്പം ഓരോ വിശുദ്ധന്മാരും ആത്മീയ ജീവിതത്തിൽ അവരുടെ ഓരോ ചുവടുവയ്പ്പുകളും വളരെ ചിന്തിച്ചും ആലോചിച്ചും വചനത്തോട് ബന്ധപ്പെടുത്തിയും വളരെ ശ്രദ്ധയോടും ബുദ്ധിയോടും കടന്നു പോകുവാൻ കഴിയാതെ ഈ ലോകത്തിൻ്റെ താൽക്കാലികമായിട്ടുള്ള സുഖങ്ങളിലോ ലാഭങ്ങളിലോ ഒക്കെ മനുഷ്യൻ മനസ്സ് വെച്ചാൽ എത്രയും വേഗത്തിൽ ശത്രുവാകുന്ന പിശാച് നമ്മെ കീഴ്പ്പെടുത്തുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. അങ്ങനെ ഒരിക്കലും ആർക്കും സംഭവിക്കരുത് എന്ന് കർത്താവിൻ്റെ നാമത്തിൽ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. പല നിലകളിലുള്ളതായ വ്യാജ ഉപദേശങ്ങൾ നൽകി ജനത്തെ തെറ്റിദ്ധരിപ്പിക്കുകയും മനുഷ്യരുടെ ഇടയിൽ പലതരത്തിലുള്ളതായ ഭീതി ജനിപ്പിക്കുകയും ഭീഷണിപ്പെടുത്തുകയും തല്ലുകയും കൊല്ലുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. സ്തോത്രം. കർത്താവ് പറഞ്ഞത്, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എന്നാൽ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. സ്തോത്രം എന്ന് കർത്താവ് ഓരോ ദൈവ പൈതലിനെയും ധൈര്യപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. ലോകത്തെ ജയിച്ച കർത്താവിനോട് ചേർന്ന് നിന്ന് നമുക്കും ജയിക്കുവാനായി പോരാടാം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. യേശുക്രിസ്തു തന്നെ പിതാവ് എന്ന വിഷയം വീണ്ടും നമുക്ക് പഠിക്കാം എന്നാഗ്രഹിക്കുകയാണ്. വചനം കേൾക്കുന്നവർ കേൾക്കുക മാത്രമല്ല, തിരുവചനവുമായിട്ട് വേദപുസ്തകവുമായിട്ട് കേൾക്കുന്ന വചനം അങ്ങനെ തന്നെയാണോ അതോ പ്രസംഗിക്കുന്ന ആളുടെ താല്പര്യപ്രകാരം സംസാരിക്കുന്നതാണോ എന്ന് വളരെ സൂക്ഷ്മമായി പരിശോധിച്ചുകൊണ്ട് വചനം പഠിക്കുവാനായിട്ട് കർത്താവിൻ്റെ നാമത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യഭാഗം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് എഴുതി കാണുന്നത്: നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന് ലോകം വിശ്വസിപ്പാൻ അവർ എല്ലാവരും ഒന്നാകേണ്ടതിന്, പിതാവേ, നീ എന്നിലും ഞാൻ നിന്നിലും ആകുന്നത് പോലെ അവരും നമ്മിലാകേണ്ടതിന് തന്നെ എന്നവിടെ കർത്താവ് തന്നെ സ്തോത്രം തൻ്റെ മനുഷ്യത്വം തൻ്റെ പിതൃത്വത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു ഭാഗമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. എപ്പോഴും കർത്താവിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ സാക്ഷാൽ ദൈവത്തിന് ഇരുവിധ സ്വഭാവങ്ങൾ ഉണ്ട് എന്ന് നാം മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്. അവനിൽ ദൈവത്വവും മനുഷ്യത്വവും ഒരുപോലെ ഉൾക്കൊണ്ടിരിക്കുന്നു എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അത് നമുക്ക് വിശ്വസിക്കുവാനും അംഗീകരിക്കുവാനും കഴിയുന്നുവെങ്കിൽ മാത്രമേ കർത്താവിൻ്റെ വചനത്തിൽ ഓരോ വിഷയങ്ങൾ നമ്മൾ പഠിക്കുമ്പോഴും വായിക്കുമ്പോഴും ഒക്കെ നമുക്ക് തെറ്റിദ്ധാരണയില്ലാതെ പഠിക്കുവാൻ കഴിയണമെങ്കിൽ
അവൻ്റെ ദൈവത്വത്തെയും മനുഷ്യത്വത്തെയും തമ്മിൽ സ്തോത്രം ചേർത്ത് നാം പഠിക്കേണ്ടത് ആവശ്യമാണ്. അവൻ്റെ ദൈവത്വം മനുഷ്യത്വത്തിൽ വസിക്കുന്നു, അവൻ്റെ മനുഷ്യത്വം ദൈവത്വത്തിന് കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് തിരുവചനം പഠിക്കുന്ന ഏതൊരു പഠിതാവിനും വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ കഴിയുന്നതാണ്. സ്തോത്രം. അതുകൊണ്ട് ഇത് രണ്ട് വ്യക്തികളാണ്. അവൻ്റെ ദൈവവും യേശുക്രിസ്തുവും നമ്മുടെ പിതാവും എന്ന് പറഞ്ഞിരിക്കുന്നത് രണ്ട് ദൈവങ്ങളാണ് എന്നാരും ചിന്തിക്കരുത്. ഏകസത്യ ദൈവത്തിൻ്റെ ഇരുവിധ സ്വഭാവങ്ങളാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. യോഹന്നാന്റെ സുവിശേഷം തന്നെ 17-ാം അധ്യായത്തിന്റെ 24 മുതൽ 26 വരെയുള്ളതായ വേദഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, പിതാവേ, നീ ലോക സ്ഥാപനത്തിന് മുമ്പേ എന്നെ സ്നേഹിച്ചിരിക്കൊണ്ട് എനിക്ക് നൽകിയ മഹത്വം നീ എനിക്ക് തന്നിട്ടുള്ളവർ കാണേണ്ടതിന് ഞാൻ ഇരിക്കുന്ന ഇടത്ത് അവരും എന്നോട് കൂടെ ഇരിക്കണം എന്ന് ഞാൻ ഇച്ഛിക്കുന്നു. സ്തോത്രം. പിതാവിനോട് അഥവാ അവൻ്റെ പിതൃത്വത്തോട് അവൻ്റെ മനുഷ്യത്വം സംസാരിക്കുകയാണ്. പിതാവേ, നീ ലോക സ്ഥാപനത്തിന് മുമ്പേ എന്നെ സ്നേഹിച്ചിരിക്കൊണ്ട് എനിക്ക് നൽകിയ മഹത്വം നീ എനിക്ക് തന്നിട്ടുള്ളവർ കാണേണ്ടതിന് ഞാൻ ഇരിക്കുന്ന ഇടത്ത് അവരും എന്നോട് കൂടെ ഇരിക്കണം എന്ന് ഞാൻ ഇച്ഛിക്കുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ കർത്താവിന് ദൈവം നൽകിയിരിക്കുന്ന മഹത്വം എന്ന് പറയുന്നത് ലോക സ്ഥാപനത്തിന് മുൻപേ ഉള്ളതാണ് എന്ന് പഠിക്കുവാൻ കഴിയുന്നു. ദൈവവചനത്തിൽ നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നത്, സ്തോത്രം, പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുമ്പോഴും പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത് എൻ്റെ മഹത്വം ഞാൻ മറ്റൊരുത്തനും വിട്ടുകൊടുക്കുകയില്ല എന്നാണ്. ഇവിടെ കർത്താവ് പറഞ്ഞത്, സ്തോത്രം, ലോക സ്ഥാപനത്തിന് മുമ്പേ എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ, സ്തോത്രം, ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ മക്കളും ഇരിക്കേണ്ടതിന് എന്നോട് കൂടെ അവരും ഇരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് എന്ന് കർത്താവ് തൻ്റെ പിതൃത്വത്തോട് സംസാരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതുകൊണ്ട് സ്തോത്രം, രണ്ട് വ്യക്തികളാണ് എന്ന് ആരും ചിന്തിക്കരുത്. ചിന്തിക്കുന്നത് വളരെ അബദ്ധമാണ് എന്നുകൂടെ ഓർമ്മപ്പെടുത്തുവാൻ വീണ്ടും ഞാൻ ആഗ്രഹിക്കുകയാണ്. പിന്നീട് അതിൻ്റെ 26-ാമത്തെ വാക്യഭാഗത്തിൽ 25-ാമത്തെ വാക്യഭാഗത്തിൽ പറയുന്നത്, നീതിയുള്ള പിതാവേ, ലോകം നിന്നെ അറിഞ്ഞിട്ടില്ല, ഞാനോ നിന്നെ അറിഞ്ഞിരിക്കുന്നു. നീ എന്നെ അറിഞ്ഞിരിക്കുന്നു എന്ന് ഇവരും അറിഞ്ഞിരിക്കുന്നു. സ്തോത്രം. കർത്താവ് ആരാണെന്ന് ലോകത്തിന് അറിയുവാൻ കഴിയുന്നില്ല. ലോകം ഒരിക്കലും കർത്താവിനെ അറിയുന്നില്ല. എന്നാൽ സ്തോത്രം, കർത്താവ് പറയുകയാണ്, ഞാൻ നിന്നെ അറിയുന്നു, ഞാനോ നിന്നെ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അവൻ പറയുന്നു, നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന് ഇവരും അറിയുന്നു എന്ന് പറഞ്ഞാൽ, കർത്താവിൻ്റെ ശിഷ്യന്മാരെ സംബന്ധിച്ചാണ് പറയുന്നത്. ഇവരും അറിയുന്നു എന്ന് പറയുന്നത് സ്വർഗത്തിലെ ദൈവം തൻ്റെ ശിഷ്യന്മാർക്ക് ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തി കൊടുത്തതിനാൽ അവർ അതിൽ വിശ്വസിക്കുന്നു എന്നുള്ളതാണ് കർത്താവോട് പറഞ്ഞതിൻ്റെ ഉദ്ദേശം. നീ എന്നെ സ്നേഹിക്കുന്ന സ്നേഹം അവരിലാകുവാനും ഞാൻ അവരിലാകുവാനും ഞാൻ നിന്റെ നാമം അവർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും വെളിപ്പെടുത്തും. പറഞ്ഞിരിക്കുന്നത് തന്റെ ശിഷ്യന്മാർക്ക് പിതാവിന്റെ നാമം അവൻ വെളിപ്പെടുത്തിയിരിക്കുന്നു. പിതാവിന്റെ നാമം അവൻ വെളിപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, കർത്താവ് പറഞ്ഞിരിക്കുന്നത്, ഞാൻ എൻ്റെ പിതാവിൻ്റെ നാമത്തിൽ വന്നിരിക്കുന്നു എന്ന് കർത്താവ് പറയുന്നു. അപ്പോ കർത്താവിൽ ഉണ്ടായിരിക്കുന്ന അവൻ്റെ നാമം അഥവാ യേശു എന്ന നാമം, യേശു ക്രിസ്തു എന്ന നാമം പിതാവിൻ്റെ നാമമാണ്. അത് തൻ്റെ ശിഷ്യന്മാർക്ക് കർത്താവ് വെളിപ്പെടുത്തി കൊടുക്കുവാനിടയായി തീർന്നു.
ഞാൻ എൻ്റെ പിതാവിൻ്റെ നാമത്തിലാണ് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞത് വെളിപ്പെടുത്തി കൊടുക്കുവാൻ ഇടയായി തീർന്നു. പിന്നെ കർത്താവ് പറയുന്നു, ഇനിയും ഞാനത് അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുവാൻ ഇടയായി തീരും. ആരെയാണ്? നീ എന്നെ സ്നേഹിക്കുന്ന സ്നേഹം അവരിലാകുവാനും ഞാൻ അവരിലാകുവാനും തക്കവണ്ണമാണ് ഞാൻ നിന്റെ നാമം അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്നത്. ഇനിയും വെളിപ്പെടുത്തി കൊടുക്കുവാനിടയായി തീരും എന്നവിടെ കാണുമ്പോൾ, ജീവനുള്ള ദൈവത്തിൽ പൂർണ്ണമായി പ്രത്യാശ വെച്ചിട്ടുള്ള തൻ്റെ മക്കൾക്ക് അഥവാ തൻ്റെ ശിഷ്യഗണത്തിന് കർത്താവ് പിതാവിൻ്റെ നാമം വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ഇനിയും അവൻ വെളിപ്പെടുത്തി കൊടുക്കുമെന്ന് പറയുമ്പോൾ, പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടതായ തൻ്റെ ജനത്തിന് മാത്രമാണ് ഈ സത്യം ഗ്രഹിക്കുവാൻ കഴിയുന്നത്, അറിയാൻ കഴിയുന്നത്. കർത്താവിനുള്ള വെളിപ്പാട് ലഭിച്ചതിൻ്റെ പരിണിത ഫലമായിട്ടാണ് യേശു യഥാർത്ഥത്തിൽ ആരാണെന്നുള്ളതിനെ കുറിച്ചുള്ളതായ വസ്തുത തൻ്റെ മക്കൾക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുള്ളത് എന്ന് ദൈവവചനത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നു. യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യഭാഗം വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, യേശു അവനോട്, വാൾ ഉറയിലിടുക, പിതാവ് എനിക്ക് തന്ന പാനപാത്രം ഞാൻ കുടിക്കേണ്ടയോ എന്ന് പറഞ്ഞു. നമുക്കറിയാം, ആ ഗദ്സമന തോട്ടത്തിൽ വെച്ച് യേശുവിനെ പിടിക്കുവാനായിട്ട് കടന്നു വന്ന മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും യഹൂദന്മാരുമായ ആളുകളൊക്കെ കടന്നു വന്നപ്പോൾ, യേശുവിനെ അവർ പിടിക്കും എന്ന് കണ്ടപ്പോൾ, പ്രധാന ശിഷ്യനായ പത്രോസ് തൻ്റെ ഉറയിലുണ്ടായിരുന്ന വാളൂരി മഹാപുരോഹിതന്റെ ദാസന്റെ കാതറുത്തു കളഞ്ഞു എന്ന് തിരുവചനത്തിലൂടെ നമുക്ക് പഠിക്കുവാൻ കഴിയും. ഈ കാഴ്ച കർത്താവ് കണ്ട ഉടനെ കർത്താവിനോട് പറഞ്ഞതാണ്, നിന്റെ വാള് നിന്റെ ഉറയിലിടുക. വാളെടുക്കുന്നവനെല്ലാം വാളാൽ നശിക്കും. ഞാൻ എൻ്റെ പിതാവ് എനിക്ക് തന്നിരിക്കുന്ന പാനപാത്രം കുടിക്കേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. ഈ കഷ്ടതകളും പ്രയാസങ്ങളൊക്കെ അനുഭവിക്കേണ്ടതിന് വേണ്ടിയാണ് സ്വർഗത്തിലെ ദൈവം മനുഷ്യത്വം സ്വീകരിച്ച് ലോകത്തിലേക്ക് വന്നത്. അത് താൻ അനുഭവിക്കേണ്ടതല്ലയോ എന്ന് പത്രോസിനോട് പറയുന്നതായിട്ടാണ്, പത്രോസിനോടും ശേഷം ശിഷ്യന്മാരോടും പറയുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. സ്തോത്രം. കർത്താവ് പിന്നെയും പറഞ്ഞതായ ഒരു കാര്യമുണ്ട്, ഞാൻ ഇപ്പോൾ തന്നെ പിതാവിനോട് അപേക്ഷിച്ചാൽ 12 ലഗ്യോൻ ദൂതന്മാരെ എൻ്റെ സേവകരായി അയക്കണം എന്ന് പറഞ്ഞാൽ അത് പിതാവ് ചെയ്യുവാനിടയായിത്തീരും. എന്നാൽ ഈ ലോക ജാതികളോട് അവർ പോരാടുകയും ചെയ്യുമായിരുന്നു. എന്നാൽ എൻ്റെ ലക്ഷ്യം അതല്ല. ഞാൻ കടന്നു വന്നിരിക്കുന്ന എൻ്റെ സ്വതന്ത്ര ലക്ഷ്യം പൂർത്തിയാകണമെങ്കിൽ അങ്ങനെ ഒരു പോരാട്ടം കഴിക്കുന്നത് കൊണ്ട് കാര്യമില്ല. ഞാൻ ഇവിടെ കഷ്ടതകളും വേദനകളും പ്രയാസങ്ങളും ഒക്കെ അനുഭവിച്ചുകൊണ്ട് കാൽവറിയിൽ യാഗമായി തീരുവാനും നശിച്ചുകൊണ്ടിരിക്കുന്ന തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് വീണ്ടെടുത്ത് നിത്യരാജ്യത്തിൻ്റെ അവകാശികളാക്കി തീർക്കേണ്ടതിന് വേണ്ടി ഞാൻ ഈ ലോകത്തിലേക്ക് മനുഷ്യത്വം സ്വീകരിച്ച് കടന്നു വന്നതാണ് എന്ന് കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. അതിൻ്റെ 20-ാമത്തെ അധ്യായം, യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യഭാഗം, യേശു അവളോട്, എന്നെ തൊടരുത്, ഞാൻ ഇതുവരെയും പിതാവിൻ്റെ അടുക്കൽ കയറിപ്പോയിട്ടില്ല. എങ്കിലും നീ എൻ്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന് എൻ്റെ പിതാവും നിങ്ങളുടെ പിതാവും എൻ്റെ ദൈവവും നിങ്ങളുടെ ദൈവവുമായവൻ്റെ അടുക്കൽ ഞാൻ കയറിപ്പോകുന്നു എന്ന് അവരോട് പറക എന്ന് പറഞ്ഞു. സ്തോത്രം. ഇത് മഗ്ദലനക്കാരത്തി മറിയ, സ്തോത്രം, കർത്താവ് ഉയർത്തെഴുന്നേറ്റ ആ പ്രഭാതത്തിൽ യേശുവിൻ്റെ അടുക്കൽ കടന്നു എന്ന്, കല്ലറയുടെ അടുക്കൽ കടന്നു എന്ന്
അവിടെ വെച്ച് യേശുവിനെ കാണുകയും തൻ്റെ ഗുരുനാഥൻ അവിടെ നിൽക്കുന്നു എന്ന് കണ്ടുകൊണ്ട് അവനെ തൊടേണ്ടതിന് വേണ്ടി അവൻ്റെ അടുക്കലേക്ക് അടുത്ത് എന്നപ്പോൾ കർത്താവ് അവിടെ അതിന് വിലക്കുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. നീ എന്നെ തൊടരുത്, ഞാൻ ഇതുവരെയും പിതാവിൻ്റെ അടുക്കൽ കയറി പോയിട്ടില്ല, എങ്കിലും നീ എൻ്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന് എൻ്റെ പിതാവും നിങ്ങളുടെ പിതാവും എൻ്റെ ദൈവവും നിങ്ങളുടെ ദൈവവുമായവൻ്റെ അടുക്കൽ ഞാൻ കയറി പോകുന്നു എന്ന് അവരോട് പറക എന്ന് പറഞ്ഞു. കർത്താവ് സ്വർഗത്തിലേക്ക് കയറി പോകുന്നതിന് മുമ്പുള്ള ഒരു അനുഭവമാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. സ്തോത്രം. സ്തോത്രം. കർത്താവ് അതിനുശേഷം സ്വർഗത്തിലേക്ക് കയറി പോയതായിട്ടും ഒക്കെ നമുക്ക് പഠിക്കുവാൻ കഴിയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം തന്നെ 20-ാം അധ്യായത്തിന്റെ 26 മുതൽ 29 വരെയുള്ളതായ ഭാഗങ്ങൾ വായിക്കുമ്പോൾ 8 ദിവസം കഴിഞ്ഞിട്ട് ശിഷ്യന്മാർ പിന്നെയും അകത്ത് കൂടിയിരിക്കുമ്പോൾ തോമസ് ഉണ്ടായിരുന്നു. വാതിൽ അടച്ചിരിക്കെ യേശു വന്നു നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. 8 ദിവസം കഴിഞ്ഞതിന് ശേഷം എന്ന് പറയുന്നത് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ ശേഷം തോമസ് ഇല്ലാത്ത ഒരു സന്ദർഭത്തിൽ തൻ്റെ ശിഷ്യന്മാർക്ക് കർത്താവ് വെളിപ്പെടുവാനിടയായി തീർന്നു. കർത്താവ് ശിഷ്യന്മാർക്ക് വെളിപ്പെട്ടു എന്നതായ കാര്യം ശിഷ്യന്മാർ തോമസിനോട് അറിയിക്കുവാനിടയായി തീർന്നു. തോമസ് കൂടെ ഇല്ലാതിരുന്നത് കൊണ്ട് തോമസിന് അതങ്ങോട്ട് വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല. തോമസ് പറഞ്ഞു, ഞാൻ അവനെ കണ്ടിട്ട്, അഥവാ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, പിന്നെ തോമസിനോട് നിന്റെ വിരൽ ഇങ്ങോട്ട് നീട്ടി എൻ്റെ കൈകളെ കാണുക എന്ന് പറഞ്ഞു. അപ്പോൾ തോമസ് യേശുവിനെ കണ്ടിട്ടല്ലാതെ, യേശുവിൻ്റെ മുറിവേറ്റ പാടുകളിൽ തൊട്ടിട്ടല്ലാതെ, യേശുവിനെ നേരിട്ട് കാണാതെ ഒരു കാരണവശാലും തൻ്റെ സഹോദരന്മാരുടെ വാക്കുകൾ വിശ്വസിക്കുകയില്ല എന്ന് അവരോട് പറഞ്ഞതിന് ശേഷം 8-ാമത്തെ ദിവസം യേശു അവരെല്ലാവരും കൂടെ കൂടിയിരിക്കുന്ന സന്ദർഭത്തിൽ മുറികൾ അടച്ച് വളരെ ഭദ്രമായി സൂക്ഷിച്ചുകൊണ്ട് അവർ യഹൂദന്മാരെ ഭയപ്പെട്ടിരിക്കുന്നതായ അവസരത്തിലാണ് യേശു അടഞ്ഞുകിടക്കുന്ന മുറിക്കുള്ളിലേക്ക് കയറി ചെല്ലുവാനിടയായി തീർന്നത്. കയറി ചെന്നതിന് ശേഷം അവിടെ തോമസ് ഉണ്ടായിരുന്നു. സ്തോത്രം. അവരുടെ നടുവിൽ കർത്താവ് നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനമെന്ന് പറയുകയും തോമസിനോട് നിന്റെ വിരൽ ഇങ്ങോട്ട് നീട്ടി എൻ്റെ കൈകളെ കാണുക, നിന്റെ കൈ നീട്ടി വിലാപ്പുറത്തിടുക, അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്ക എന്ന് പറഞ്ഞു. അപ്പോൾ കർത്താവിൻ്റെ കയ്യും കാലും വിലാപ്പുറമൊക്കെയും അവനെ കാണിച്ചു കൊടുത്തുകൊണ്ട് ഇത് ഞാൻ തന്നെയാണ് എന്ന് അവനോട് പറയുമ്പോൾ കർത്താവ് പറഞ്ഞു, നീ അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്ക എന്ന് തൻ്റെ ശിഷ്യനായ തോമസിനോട് കർത്താവ് പറയുകയാണ്. അടുത്ത മാത്രയിൽ തോമസ് അവനോട് എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായുള്ളവേ എന്ന് ഉത്തരം പറഞ്ഞു. തോമസ് പിന്നീട് പറയുന്നത് എൻ്റെ കർത്താവ്, എൻ്റെ വീണ്ടെടുപ്പുകാരനും എൻ്റെ ദൈവവുമായുള്ളവേ എന്ന് ഉത്തരം പറഞ്ഞു. സ്തോത്രം. ഒരേ ഒരു ദൈവത്തെക്കുറിച്ച് മാത്രമാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. ആ ദൈവമാണ് തോമസിന്റെ വീണ്ടെടുപ്പുകാരനെന്നും അവൻ തന്നെയാണ് തൻ്റെ ദൈവമെന്നും തോമസ് പറയുന്നതായിട്ടാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. യേശു അവനോട് അതിന് മറുപടി പറഞ്ഞത്, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു,
കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞു. നീ എന്നെ കണ്ടതുകൊണ്ടാണ് വിശ്വസിച്ചത്, എങ്കിലും നീ നിർഭാഗ്യവാനാണെന്ന് പറഞ്ഞില്ല. സ്തോത്രം. എന്നാൽ കാണാതെ വിശ്വസിക്കുന്നവർ വളരെ ഭാഗ്യവാന്മാരാണ് എന്ന് കർത്താവ് പറയുവാനിടയായിത്തീർന്നു. പ്രിയമുള്ള ദൈവമക്കളെ, ശ്രോതാക്കളെ, നമ്മുടെ പരിശുദ്ധനായ കർത്താവിനെ സംബന്ധിച്ച് നമ്മൾ വിശ്വസിക്കുമ്പോൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെ 14-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യഭാഗം വായിക്കുമ്പോൾ, സ്തോത്രം, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ എന്നവിടെ കർത്താവ് പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ എന്ന് പറയുമ്പോൾ രണ്ടു പേരെ വിശ്വസിക്കണമെന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. രണ്ട് വിശ്വാസമുണ്ടോ? വേദപുസ്തകത്തിൽ സ്തോത്രം, എഫേസ്യ ലേഖനത്തിലും കൊരിന്തിയ ലേഖനത്തിലും ഒക്കെ നമ്മൾ പഠിക്കുന്നത് വിശ്വാസം ഒന്ന് എന്നാണ്. അപ്പൊ ഇവിടെ കർത്താവ് പറയുന്നു, എന്നിൽ വിശ്വസിപ്പിൻ, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിൽ വിശ്വസിപ്പിൻ എന്ന് പറഞ്ഞാൽ രണ്ട് വിശ്വാസമുള്ളതായിട്ട് കേൾവിക്കാരന് ഒരുപക്ഷെ തോന്നിപ്പോകാം. എന്നാൽ കർത്താവ് പറഞ്ഞത് ദൈവത്തിലുള്ള വിശ്വാസമാണ് ആവശ്യം. എന്നിലും വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ ആ ദൈവം ഞാൻ തന്നെയാണ് എന്ന് വളരെ വ്യക്തമാക്കുന്ന ഒരു വാക്കാണ് അവിടെ ഉച്ചരിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതുകൊണ്ട് തോമസിനോട് പറഞ്ഞത്, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന് പറയുവാനിടയായി തീർന്നു. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യഭാഗത്തിൽ നമ്മൾ വായിക്കുന്നത്, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു, ഞങ്ങൾ അവന്റെ തേജസ് പിതാവിങ്കൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു എന്നാണ്. അപ്പോ വചനം ജഡമായി തീർന്നു എന്ന് പറഞ്ഞാൽ, സ്തോത്രം, കർത്താവ് സംസാരിക്കപ്പെട്ടതായ തൻ്റെ വചനമാണ് ശരീരം പ്രാപിച്ച് നമ്മുടെ ഇടയിൽ പാർക്കുവാനിടയായി തീർന്നു. അഥവാ അവൻ ജഡത്തിൽ വെളിപ്പെട്ടു വന്നു എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. അവൻ കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പിന്നീട് പറയുന്നത്, ഞങ്ങൾ അവന്റെ തേജസ് പിതാവിങ്കൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു. കർത്താവിന്റെ തേജസ് അഥവാ അവന്റെ മഹത്വം പിതാവിൽ നിന്നും ഏകജാതനായവന്റെ തേജസ്സായി ഞങ്ങൾ കണ്ടു എന്നവിടെ രേഖപ്പെടുത്തി കാണുവാൻ കഴിയുന്നത്. 1-ാമത്തെ വാക്യഭാഗം വായിക്കുമ്പോൾ, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, പിതാവിന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, കാണുവാൻ കഴിയുന്നതുമല്ല. എന്നാൽ പിതാവിന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. പിതാവിന്റെ മടിയിലിരിക്കുന്നു എന്ന് പറയുമ്പോൾ സാധാരണ മാനുഷികമായി നാം ചിന്തിക്കുന്നത് പോലെ ഒരു മടി അല്ല. സ്തോത്രം, സർവശക്തനായ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ, അല്ലെങ്കിൽ സ്തോത്രം, അവന്റെ ആത്മാവിൻ്റെ അകത്തളത്തിൽ ഇരിക്കുന്നവനായി കർത്താവിൻ്റെ ചിന്തയിൽ ഒരു പുത്രൻ ലോകത്തിലേക്ക്, അഥവാ ഒരു മനുഷ്യൻ ലോകത്തിലേക്ക് വരുവാനുള്ളതായ സാഹചര്യത്തെക്കുറിച്ച് നമുക്ക് അറിയാം. സകല മനുഷ്യൻ്റെയും പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി അവൻ ലോകത്തിലേക്ക് വരുവാൻ അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ അവൻ സ്വയം തീരുമാനമെടുത്തതാണ് എന്ന് ദൈവവചനത്തിലൂടെ നമുക്ക് പഠിക്കാൻ കഴിയും. അങ്ങനെയുള്ളതായ ദൈവത്തെ അവന്റെ മടിയിലിരിക്കുന്നവൻ, അവന്റെ ഉള്ളത്തിൽ വസിക്കുന്നവൻ എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏകജാതനായ പുത്രൻ എന്ന് പറയുമ്പോൾ
ഇതുപോലെ മറ്റൊരുത്തൻ ഉണ്ടായിട്ടില്ല, ഉണ്ടാവുകയുമില്ല. സ്തോത്രം. ഈ പുത്രനാണ് പിതാവിനെ അഥവാ ദൈവത്തെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. സ്തോത്രം. അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയാണ്. സ്തോത്രം. നമുക്ക് കാണുവാൻ കഴിയാത്ത ആത്മാവും അദൃശ്യനുമായ ദൈവത്തിൻ്റെ കാണുവാൻ കഴിയുന്ന വിധത്തിലുള്ളതായ വെളിപ്പാടാണ് കർത്താവായ യേശു ക്രിസ്തു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. സർവശക്തനും സർവജ്ഞാനിയും സർവവ്യാപിയുമായ ദൈവം തൻ്റെ മക്കളുടെ വീണ്ടെടുപ്പിനെ കുറിച്ച് തൻ്റെ മനസ്സിൽ എപ്പോൾ ചിന്തിച്ചുവോ അപ്പോൾ അവൻ്റെ പുത്രത്വത്തിന് ആരംഭം കുറിച്ചു എന്നാണ് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നത്. തൻ്റെ മക്കൾ സ്തോത്രം പാപം ചെയ്ത് ദൈവതേജസ് നഷ്ടപ്പെടുത്തി അഥവാ നിത്യമരണത്തിന് യോഗ്യരായി തീർന്നപ്പോൾ അവരെ മരണത്തിൻ്റെ അധികാരിയായ പിശാചിൻ്റെ കൈകളിൽ നിന്ന് വിടുവിച്ച് അവരെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി, രക്ഷിക്കുന്നതിന് വേണ്ടി സ്തോത്രം അവനൊരു പുത്രത്വം സ്വീകരിച്ച് ലോകത്തിലേക്ക് വരുവാൻ എപ്പോഴവൻ തീരുമാനമെടുത്തു അപ്പോൾ തന്നെ സ്തോത്രം അവൻ്റെ പുത്രത്വത്തിന് ആരംഭം കുറിച്ചു എന്നാണ് ദൈവവചനത്തിലൂടെ നമുക്ക് പഠിക്കുവാൻ കഴിയുന്നത്. അത് തൻ്റെ മനസ്സിലെ അഥവാ ഹൃദയത്തിലെ ചിന്ത മാത്രമായിരുന്നു. എന്നാൽ കാലസമ്പൂർണതയിലാണ് ഒരു പുത്രൻ ജനിച്ചത് എന്ന് തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 4 മുതൽ 7 വരെയുള്ളതായ ഭാഗങ്ങൾ വായിക്കുമ്പോൾ, എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായി നിയോഗിച്ചത് അവൻ ന്യായപ്രമാണത്തിന് കീഴുള്ളവനെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ എന്നവിടെ രേഖപ്പെടുത്തി കാണുകയാണ്. അപ്പോൾ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായി അവനെ നിയോഗിച്ചതിൻ്റെ ഏക കാരണം സ്തോത്രം നാം ഓരോരുത്തരും പുത്രത്വം പ്രാപിക്കേണ്ടതിന് വേണ്ടിയാണ് എന്ന് ദൈവവചനത്തിൽ കാണുവാൻ കഴിയുന്നു. വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ പുത്രത്വം പ്രാപിക്കേണ്ടതിന് വേണ്ടി സ്വർഗത്തിലെ ദൈവം ഈ പ്രവൃത്തികളൊക്കെയും ചെയ്തു എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് തിരുവചനത്തിലൂടെ പഠിക്കുവാനായിട്ട് കഴിയും. അതിൻ്റെ 6-ാമത്തെ വാക്യഭാഗം നമ്മളിങ്ങനെയാ വായിക്കുന്നു: നിങ്ങൾ മക്കളാകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയത്തിൽ അയച്ചു. എന്നാൽ നാം ഓരോരുത്തരും കർത്താവിൻ്റെ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാകൊണ്ട് നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്നത് പുത്രന്റെ ആത്മാവിനെയാണ്. അത് ദൈവം നമ്മുടെ ഹൃദയത്തിൽ അയച്ചു എന്നാണ് തിരുവചനത്തിലൂടെ കാണുവാൻ കഴിയുന്നത്. ആ പുത്രത്വത്തിൻ്റെ ആത്മാവ് അഥവാ പുത്രന്റെ ആത്മാവിനെ ഏത് ഹൃദയത്തിൽ വസിക്കുവാൻ ഭാഗ്യം ലഭിച്ചിട്ടുണ്ടോ അവർക്ക് മാത്രമാണ് പിതാവ് ആരാണെന്നും പുത്രൻ ആരാണെന്നും തിരിച്ചറിയുവാൻ കഴിയുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരുവന്റെ ഹൃദയത്തിൽ വസിക്കുന്നു എങ്കിൽ ഈ സത്യം അവന് ഗ്രഹിക്കുവാൻ കഴിയും. ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കാത്ത ഒരുവൻ ഈ സത്യം അറിയുന്നില്ല, അവൻ ഇരുട്ടിൽ സഞ്ചരിക്കുകയാണ്. അതുകൊണ്ട് ഇരുട്ടിൻ്റെ എല്ലാ പ്രവൃത്തികളെയും വിട്ട് ദൈവത്തിൻ്റെ യഥാർത്ഥമായ വചനത്തിൻ്റെ സത്യം മനസ്സിലാക്കി പരിശുദ്ധാത്മാവിൻ്റെ നിയോഗപ്രകാരം കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനായി ഓരോ വ്യക്തികളും ജീവിക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ കർത്താവ് കടന്നു വരുമ്പോൾ നാം നഷ്ടപ്പെട്ടു പോകുവാൻ ഇടവരാതിരിക്കേണ്ടതിന് ഓരോ പ്രിയപ്പെട്ടവരും ദൈവവചനത്തിൻ്റെ വ്യവസ്ഥയനുസരിച്ച് മാനസാന്തരപ്പെട്ട് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പാപങ്ങളുടെ മോചനത്തിനായി സ്നാനമേറ്റ്
പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ച് വിശുദ്ധ ജീവിതം നയിക്കുന്നു എങ്കിൽ തീർച്ചയായിട്ടും കർത്താവിൻ്റെ വരവെങ്കിൽ ലജ്ജിതരായി തീരുകയില്ല എന്ന് ദൈവവചനം പഠിപ്പിക്കുന്നു. സ്തോത്രം. അടുത്ത ഭാഗം, അങ്ങനെ നീ ഇനി ദാസനല്ല പുത്രനത്രേ, പുത്രനെങ്കിലോ ദൈവഹിതത്തിൽ അവകാശിയുമാകുന്നു എന്നാണ്. പിതാവിനുള്ള സകലത്തിന്മേലും അവകാശമുള്ളവരാണ് വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ. തീർച്ചയായിട്ടും ആ സത്യം മനസ്സിലാക്കിക്കൊണ്ട് ദൈവവചനത്തിന്റെ വ്യവസ്ഥയ്ക്ക് ഒത്തവണ്ണം ജീവിച്ച് അവന്റെ രാജ്യത്തിൽ പങ്കാളികളായി തീരുവാനും, സ്തോത്രം, അവൻ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന സകല അവകാശങ്ങളും പ്രാപിച്ച് നിത്യതയിൽ സന്തോഷിക്കുവാൻ സ്വർഗത്തിലെ ദൈവം എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുകയാണ്. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ടിരിക്കുന്ന ഒരേ ഒരു നാമം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമമാണ്. സ്തോത്രം. ആ യേശു ക്രിസ്തു തന്നെയാണ് നമ്മുടെ വീണ്ടെടുപ്പുകാരൻ, നമ്മുടെ രക്ഷകൻ, നമ്മെ സ്തോത്രം നമുക്ക് ജീവനും ശ്വാസവും നൽകുന്ന സർവശക്തിയുള്ള ദൈവം, സകല സൃഷ്ടിയുടെയും പിതാവ് യേശു ക്രിസ്തു തന്നെയാണ് എന്ന് ദൈവവചനം വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു. സ്തോത്രം. ഇവിടെ നമ്മൾ പഠിച്ചതായ വിഷയം യേശു ക്രിസ്തു തന്നെ പിതാവ് എന്നുള്ളതാണ്. സ്തോത്രം. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് പകൽക്കാലം ചില നിമിഷങ്ങൾ തിരുവചനത്തിലൂടെ ചില കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കുവാൻ ഭാഗ്യം ലഭിച്ചതുകൊണ്ട് ദൈവത്തെ അധികമായി സ്തുതിക്കുന്നു. ദൈവഹിതമായാൽ ഇനിയും നമുക്ക് സ്തോത്രം വചനസത്യം പഠിക്കുവാൻ കഴിയും. അതിനായിട്ട് ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ, ഓരോരുത്തരെയും ശക്തീകരിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് പകൽക്കാലം ഇന്ന് വൈകിയ സമയത്ത് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഏളിയവന് വേണ്ടി ഈ സമയം അനുവദിച്ചു തന്ന ACNDST ഈ ഗ്രൂപ്പിൻ്റെ സംഘാടകരായിരിക്കുന്ന അഡ്മിന്മാർക്കും പ്രിയപ്പെട്ട ദൈവമക്കൾക്കും കർത്താവിൻ്റെ ദാസന്മാർക്കും എല്ലാവർക്കും കർത്താവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവും നന്ദി അറിയിക്കുന്നു. ഇളയവനെ ഇത്രത്തോളം ബലപ്പെടുത്തിയ സർവ്വലവനായിരിക്കുന്ന കർത്താവിന് സകലവിധമാകുന്ന മാനവും മഹത്വവും കരയേറ്റിക്കൊണ്ട് ഞാൻ ആ വാക്കുകൾ നിർത്തുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് കണ്ണുകളടയ്ക്കാം, ഒരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ടതായ നല്ല പകൽക്കാലം കർത്താവേ, നിന്റെ സന്നിധിയിൽ തിരുവചനവുമായിട്ട് ചില നിമിഷങ്ങൾ നിൽക്കുവാൻ സ്വർഗത്തിലെ ദൈവം എളിയവനെ സഹായിച്ച നിന്റെ കരുണയ്ക്കും ദയക്കുമായി സ്തോത്രം ചെയ്യാണ്, സ്തുതിക്കുന്നു. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജ കൂടാതെ അപ്പൻ്റെ പാദപീഠത്തിൽ നിൽക്കുവാൻ, മരണപര്യന്തം വരെയും വിശ്വസ്തമായി നിൽക്കുവാൻ സ്വർഗത്തിലെ ദൈവം എളിയവനെ സഹായിക്കുമാറാവണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തുതിക്കുന്ന ഈ ഗ്രൂപ്പിനെ അനുഗ്രഹിച്ചതുകൊണ്ട് സ്തോത്രം. കേൾവിക്കാരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും നീ അനുഗ്രഹിക്കുന്നതുകൊണ്ട് സ്തോത്രം. സകല ആത്മീയ അനുഗ്രഹങ്ങളാൽ നിറയ്ക്കണം, മഹത്വപ്പെട്ടിരിക്കട്ടെ. യേശു ക്രിസ്തുവിന്റെ തന്നെയുള്ള നാമത്തിൽ തന്നെ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം, 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 സ്തോത്രം.